ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അന്ധകാരനാഴി ബീച്ചാണ്. ആലപ്പുഴ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഒരു കടലോര വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ അന്ധകാരനാഴി ബീച്ച്. ഇതൊരു തീരദേശ ഗ്രാമപ്രദേശമാണ്. ഇവിടുത്തെ പ്രധാന ജോലി മീൻപിടുത്തമൊക്കെയാണ് ഇവിടെയുള്ളവർക്കൊക്കെ. ഇത് പട്ടണക്കാട്ട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ബീച്ചിലെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നത്. വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ അന്ധകാരനാഴി ബീച്ച്. അവധി ദിവസങ്ങളിലേക്ക് ധാരാളം പേര് കുട്ടികളും ഒക്കെ ആയിട്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ എത്താറുണ്ട്. പട്ടങ്ങൾ പറപ്പിച്ചും അതുപോലെ തന്നെ അവിടെ ബീച്ചിനടുത്തായിട്ട് പല പല കടകളുണ്ട്. മുളക് ബജ്ജി, മുട്ട ബജ്ജി, കായ് ബജ്ജി, ചായ, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ നമ്മൾക്ക് ലഭ്യമാണ്. അതൊക്കെ കഴിച്ച് കപ്പലണ്ടിയെ കുറച്ച് രാത്രി വരെ എൻജോയ് ചെയ്തിട്ടാണ് ആൾക്കാർ അവിടുന്ന് പോകുന്നത്. ഞങ്ങളും പോകാറുണ്ട് എപ്പോഴും. ഈ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞങ്ങളെടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങളൊക്കെ പോയിട്ടുണ്ടായിരിക്കും, എന്നാലും ഞങ്ങൾ പോയപ്പോഴെടുത്ത കാഴ്ചകളൊക്കെ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരികയാണ്. ഒരു 5 മണി ഒക്കെ അവിടെ ചെന്നാൽ നമുക്കൊരു 6-6:30 വരെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. രാവിലെ ചെന്നാൽ അവിടെ മീൻ പിടിച്ച് നമ്മൾക്ക് ചെറിയ ചെറിയ വള്ളങ്ങളിലൊക്കെ പോയി മീൻ പിടിച്ചു കൊണ്ടുവന്നവർ ലേലം ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്ക് വാങ്ങിക്കുവാനായിട്ട് സാധിക്കും. അതൊക്കെ രാവിലെ 6 മണിക്കൊക്കെ ചെല്ലണം. ഈ കടലിലൊക്കെ പൊന്ത് വള്ളങ്ങളൊക്കെ പോയി മീൻ പിടിച്ചുകൊണ്ട് വന്ന് അവർ ലേലം വിളിച്ച് കൊടുക്കാറുണ്ട്. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണെന്ന് നോക്കിയേ. കടലിൻ്റെ അങ്ങ് വിശാലമായിട്ട് കിടക്കുമല്ലേ. അതിനകത്തൊക്കെ ഇറങ്ങി അങ്ങേറ്റം കുറച്ച് അരികിൽ കുറച്ച് സ്ഥലം വരെയൊക്കെ ഇറങ്ങിയൊക്കെ കുട്ടികളും മുതിർന്നവരും ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ കരയിൽ നിന്നെല്ലാം കണ്ട് ആസ്വദിച്ചു. കാഴ്ചകളൊക്കെ വളരെ മനോഹരമല്ലേ. ഇപ്പോഴും അവിടെ ഈ മീൻ പിടിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. വള്ളത്തിൽ വലയൊക്കെ റെഡിയാക്കി ഇടുകയാണ്. നാളെ രാവിലെ പോയി മീൻ പിടിക്കാനായിരിക്കാം. കണ്ടോ, ഇതുപോലത്തെ ചെറിയ ചെറിയ പൊന്ത് വള്ളങ്ങളാണ് ഇവിടെ പോകാറ്. ഇവിടെ അങ്ങനെ ബോട്ടൊന്നും കാണാറില്ല. ഇതുപോലെയുള്ള വള്ളങ്ങളിലൊക്കെയാണ് ഇതാണ് പൊന്തുവള്ളം എന്ന് പറയുന്നെങ്കിൽ പൊങ്ങിക്കിടക്കുന്ന ആ വള്ളത്തിൽ പോയാണ് ഇവർ മീനൊക്കെ പിടിക്കുന്നത്. എല്ലാവരും ഒക്കെ ഏതെങ്കിലുമൊക്കെ ബീച്ചിൽ പോകാറുണ്ട്. ഇതിപ്പം ഞങ്ങളുടെ വീടിനോടടുത്തുള്ള ഒരു ബീച്ചായത് കാരണം ഞങ്ങളെപ്പോഴും പോകാറുണ്ട്. സാറ്റർഡേ സൺഡേയിലൊക്കെ പോകാറുണ്ട്. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. കണ്ടോ, മുകളിൽ കയറി നിന്ന് നമ്മൾക്ക് ഇത് ആസ്വദിക്കുവാനായിട്ട് സാധിക്കും.
സ്റ്റെപ്പ് കെട്ടി മുകളിൽ കാണാനുള്ള സജ്ജീകരണങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മൾക്ക് അവിടെ നിന്നും നമ്മൾക്കിത് കാണുവാനായിട്ടൊക്കെ ആസ്വദിക്കുവാനായിട്ടൊക്കെ സാധിക്കും. പട്ടങ്ങൾ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന പട്ടങ്ങളൊക്കെയാണ് അങ്ങ് ദൂരെ ചെറിയ ഇതായിട്ട് കാണുന്നത്. ഈ കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ വിട്ടു പോകുമ്പോഴതങ്ങ് പറന്ന് പറന്ന് പോകുന്നത് നമുക്ക് കാണാമല്ലോ. കുട്ടികളൊക്കെ ധാരാളം കുട്ടികളൊക്കെ വരുന്ന കാരണം കുട്ടികൾക്ക് വേണ്ട കളിക്കോപ്പുകളും ഇതുപോലെ പട്ടങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ പല കടകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കൂടുതലും ഉള്ളത് ഈ ബജ്ജികളാണ്, മുളക് ബജ്ജി അതുപോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ. കുറേ കടകൾ അതിനടുത്ത്, എല്ലാ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് അന്ധകാര നാഴിയിൽ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ ഇതുപോലെയുള്ള കടകൾ, ചെറിയ ചെറിയ കടകൾ ഉണ്ട്. അവിടെ കൂടുതലും ഉള്ളത് ഈ ബജ്ജികളാണ്. മുളക് ബജ്ജി, മുട്ട ബജ്ജി, കായ് ബജ്ജി, കോളിഫ്ലവർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ചായ, വേറെയും പല സാധനങ്ങളും ഉണ്ട്. കഴിച്ച് ആസ്വദിച്ച് പോരുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ദൂരേലേക്ക് പോകുന്നുണ്ട് കുട്ടികളൊക്കെ. റിസ്ക്കാണ്, എന്നാലും അവരെ ആസ്വദിക്കുന്നുണ്ട്. പട്ടങ്ങളൊക്കെ പറപ്പിച്ച് മുതിർന്നവരും കുട്ടികളും ഒക്കെ ആസ്വദിക്കുന്നുണ്ട്. പട്ടങ്ങളൊക്കെ പറന്നു പോകുന്നത് വളരെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പട്ടങ്ങൾ